ഞാനിന്നേ ഒരു 5-6 മൂട് വെണ്ട ഇന്ന് നടാനായിട്ട് പോവുകയാണ്. ഇത്രയും ദിവസം ഞാൻ പല വീഡിയോകളും വന്നിട്ടുണ്ട്. വെണ്ട കായ്ക്കുന്നതും കാ പറിക്കുന്നതും എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വെണ്ട വിത്ത് നടുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ചിരട്ടയിൽ ഇച്ചിരി മണ്ണ് എടുത്തിട്ടുണ്ട്. ചിരട്ടയിൽ നിറച്ച് മണ്ണെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മണ്ണ് എടുത്ത് വെച്ച കൂട്ടത്തിൽ ഒരു 6 വെണ്ട വിത്തും എടുത്തിട്ടുണ്ട്. ഇത് കൊമ്പൻ വെണ്ടയാണ്. ഇതാണ്ടോ, ഇത് കൊമ്പൻ വെണ്ട വിത്താണ്. ഇത് കുറ്റി വെണ്ട വിത്താണ്. അപ്പോൾ ഇത് വെണ്ടയുടെ വിത്താണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചിരട്ടയിലിരിക്കുന്ന മണ്ണ് അല്പം വെള്ളമൊക്കെ ഒഴിച്ച് നനച്ചതാണ്. ഒരു പിച്ചാത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു ജസ്റ്റ് ഒന്ന് ഓരോ വെണ്ട വിത്ത് കണക്കാക്കി ഒരു കുഞ്ഞു കുഴി അങ്ങോട്ടൊന്ന്, കുഴിയല്ല, ഈ അല്പം മണ്ണ് അങ്ങോട്ട് ഒന്ന് നീക്കി ഇടുവാണേ. ഈ 3 ഒരു കുഞ്ഞു കുഴി എടുത്തിട്ടുണ്ട്. ഒരു വെണ്ട വിത്ത് നിൽക്കാൻ കണക്കാക്കി. ഇനി വെണ്ട വിത്ത് നടുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ വെണ്ട വിത്ത് എടുത്തിട്ട് ഇങ്ങനെ ഈ കൈ വെച്ച് നമ്മളൊന്ന് തടവി നോക്കണം. അപ്പോൾ ഇതിൻ്റെ കൊമ്പ് ഭാഗം ഉണ്ടാവും. ഈ ഒരു ഭാഗം നോക്കിക്കേ, ഒരു കൂർത്ത ഭാഗം കാണും. അത് മുകളിൽ വരത്തക്കവണ്ണം വേണം നമ്മൾ നടാനായിട്ട്. ഈ കൂർത്ത ഭാഗം മുകളിൽ വരത്തക്കവണ്ണം നമ്മളിങ്ങനെ മണ്ണിലോട്ടൊന്ന് കുഴിച്ചു വയ്ക്കുക. അതാണ്ടോ കൂർത്ത ഭാഗം ഇരിക്കുന്നത് കണ്ടോ. അതുപോലെ തന്നെ അടുത്ത് ഒന്നുകൂടെ എടുത്തിട്ട് കണ്ടോ, കൂർത്ത ഭാഗം നമ്മൾ കൈവച്ചിങ്ങനെ തടവുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. കൂർത്ത ഭാഗം മുകളിൽ വച്ചിട്ട് ബാക്കി ഭാഗം മണ്ണിനടിയിലോട്ട് വച്ചിട്ട് വേണം നടാനായിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പതുക്കെ ഈ മണ്ണ് ഒരു ലെയർ, ഒരു അല്പം ഒന്നിങ്ങോട്ട് നീക്കിയിടുക. അതുപോലെ തന്നെ അടുത്ത വിത്തും എടുക്കുക. നമ്മൾ ഈ കൂർപ്പിച്ച ഭാഗം, കൂർത്തിരിക്കുന്ന ഭാഗം ഇങ്ങനെ മുകളിൽ വരത്തക്കവണ്ണം നടുക. എന്നിട്ട് വീണ്ടും മണ്ണിടുക. ഓക്കെ, അങ്ങനെ 6 വെണ്ട വിത്തും ഞാൻ ഈ ചിരട്ടയിൽ നട്ടിട്ടുണ്ട്. ഇനി ഒരു 5 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇത് നോക്കുമ്പോൾ വെണ്ടയുടെ വിത്തെല്ലാം ഇങ്ങനെ പൊടിച്ച് കിളിർത്ത് കയറി വരും. 2 ഇലയോടുകൂടി വിട്ട് വരും. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, വൈകുന്നേരങ്ങളിലാകുമ്പോൾ ഒരു വെയിലൊക്കെ താഴ്ന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതിൽ അല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഒരു 5 ദിവസം കഴിയുമ്പോൾ നമ്മൾ നോക്കിക്കുക. 5 ദിവസം കഴിയണ്ട, 4 ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ മുള പൊട്ടി ഇനി പുറത്തോട്ട് ഇതിൻ്റെ ഇലകൾ വന്നു തുടങ്ങും. 5 ദിവസം കഴിയുമ്പോൾ ക്ലിയറായിട്ടും 2 ഇല വിട്ട് ഈ വെണ്ട ഇങ്ങനെ ഉയർന്നു നിൽക്കും. അപ്പോൾ നമുക്ക് ഈ ചിരട്ടയിൽ നിന്ന് മാറ്റി മണ്ണിലോട്ട് നടാം. ഒരു 2 ഇല വിടുമ്പോൾ നടണ്ട, ഒരു 3-4 ഇല വിടുമ്പോൾ നമുക്ക് ഇതിനെ ഈ ചിരട്ടയിൽ നിന്ന് പതുക്കെ നമുക്ക് ഇങ്ങനെ മാറ്റിയെടുത്ത് മണ്ണിലോട്ടൊന്ന് കുഴിച്ചു വയ്ക്കാം. കുഴിച്ച് അങ്ങ് നടാം. അപ്പോൾ നമുക്ക് നല്ലതായിട്ട്, അല്ലാതെ ആദ്യമേ തന്നെ മണ്ണിൽ കൊണ്ടുവന്ന് കുഴിച്ച് വെച്ചാൽ അത് പറ്റത്തില്ല. മഴയൊക്കെ പെയ്യുവാണെങ്കിൽ മണ്ണിൽ വെള്ളം വീണ് അതങ്ങ് വിത്തങ്ങ് അഴുകി പോവുകയോ മണ്ണിനടിയിലാവുകയോ ചെയ്യും. അപ്പോൾ ഇങ്ങനെ നട്ടിട്ട് വേണം നമ്മൾ വെണ്ട ഇത് ചിരട്ടയിലോ ഒരു കുഞ്ഞു പാത്രത്തിലോ നട്ടതിന് ശേഷം മാറ്റി വേണം നടാൻ. ഒരു 2-3 ഇല വിട്ടതിന് ശേഷം മാറ്റി നട്ടാൽ നമുക്ക് നല്ലവണ്ണം വെണ്ട വളർന്നു കിട്ടും. അപ്പോൾ ഒരു 5 ദിവസം കഴിയുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ. നമ്മൾ ഈ നട്ടുവച്ച ഈ ചിരട്ടയിലിരിക്കുന്ന വിത്ത്, അത് നമ്മൾ ഈ ചിരട്ടയോടുകൂടി എടുത്തു കൊണ്ടുവന്ന് ഏതെങ്കിലും അല്പം വലുതായിട്ട് വെയിലില്ലാത്ത സ്ഥലത്ത് വേണം വയ്ക്കാനായിട്ട്. തീരെ ഇരുട്ടത്തല്ല വയ്ക്കേണ്ടത്, അല്പം വെയിലടിക്കുന്ന സ്ഥലത്ത്. എവിടെയെങ്കിലും ഈ 3 ചിരട്ട വയ്ക്കാൻ ഒരുപാട് സ്ഥലമൊന്നും വേണ്ടല്ലോ. ഞാനത് വയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, ഞാൻ ഇങ്ങനെയാണ് വയ്ക്കുന്നത്. ഒരു ടയർ എടുത്തിട്ടിട്ട് അതിനകത്ത് ഞാൻ പതുക്കെ വയ്ക്കുകയാണ്. ഇവിടെ വളരെ വെയിലൊന്നുമില്ല, എന്നാൽ സൂര്യപ്രകാശം ചെറുതായിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ ഇതിലോട്ട് വെയിൽ വരികയും ചെയ്യും. അത് കണക്കാക്കി തണലുള്ള സ്ഥലത്തോട്ട് ഞാൻ വെച്ചേക്കുകയാണ്. അപ്പോൾ നിങ്ങളും വേണ്ട വിത്ത് ആദ്യമായിട്ട് നടുമ്പോൾ ഇങ്ങനെ വേണേ ചെയ്യേണ്ടത്. ഓക്കെ.